Once again, all of you, welcome back to my YouTube channel. My name is Adira. വീണ്ടും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing the topic types of chemical reaction. നമ്മൾ types of chemical reaction എന്നൊരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Today we are going to discuss about third reaction, displacement reaction. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് റിയാക്ഷൻ ആണ്. അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Previous classes we discussed about two types of reaction. First one combination and second one decomposition reaction. So today is our topic displacement reaction. Okay, അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കോമ്പിനേഷൻ റിയാക്ഷനും ഡീകോമ്പോസിഷൻ റിയാക്ഷനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. So the chemical reaction in which an element in a molecule is replaced by another element. Okay, once again you can observe that the chemical reaction in which an element in a molecule is replaced by another element. Okay, ഒരു മോളിക്യൂളിലെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, the chemical reaction in which an element in a molecule is replaced by another element. ഓക്കെ, ഒരു മോളിക്യൂളിനകത്തെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. The chemical reaction in which an element in a molecule is replaced by another element. ഒരു മോളിക്യൂളിനകത്തെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അത്തരം റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ജനറൽ ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ AB plus C gives CB plus A. The general equation of displacement reaction AB plus C gives CB plus A. Okay, അപ്പം ഒന്നും കൂടെ പറയാം. AB plus C gives CB plus A. ഓക്കെ, അപ്പം ഈ AB എന്നതാണ് ഇവിടുത്തെ എന്ത്? മോളിക്യൂള്. AB is the molecule ആണല്ലോ. AB ഇവിടുത്തെ എന്താണ്? ഒരു മോളിക്യൂൾ ആണ്. സോ ഇതിനകത്തെ A, ഓക്കെ, in this AB the element A is displaced by C. A ആര് ഡിസ്പ്ലേസ് ചെയ്യുന്നു? C എന്നൊരു എലമെന്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടാണ് the chemical reaction in which an element in a molecule is replaced by another element. അപ്പം ഈ AB എന്ന മോളിക്യൂളിനകത്തെ A എന്ന എലമെന്റിനെ C എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ആ എയുടെ സ്ഥാനത്ത് ആര് വന്ന് ചേരും? C വന്ന് ചേരുന്നു. അങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് എന്ത് കിട്ടുന്നത്? CB plus A എന്ന് കിട്ടുന്നത്. AB എന്നതായിരുന്നു റിയാക്ടന്റ് സൈഡിലുള്ള നമ്മുടെ മോളിക്യൂള്. അവിടെ തന്നെ ഉണ്ട് സിയും. ആ സി ABയിൽ നിന്ന് എയെ റീപ്ലേസ് ചെയ്തിട്ട് എയുടെ സ്ഥാനത്ത് വന്ന് ചേരുന്നു. Such reactions are known as decomposition reaction. The general equation of decomposition reaction is AB plus C gives CB plus A. Okay, അപ്പം ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പം ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് AB plus C gives CB plus A is the general equation of displacement reaction. Okay, displacement reaction the general equation ആണ് AB plus C gives CB plus A. Then നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് എന്ത് പഠിച്ചിരിക്കണം? ഒരു റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് മുമ്പ് ഒരു ചെറിയൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? എ മോർ റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സാൾട്ട് സൊല്യൂഷൻ. ഒരു റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാം
എന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ 8-ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് ഒരു ഡെഫിനിഷൻ: എ മോർ റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ് ചെയ്യാം. അതും എന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്നതാണ് എന്ത്, റിയാക്ടിവിറ്റി സീരീസിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസിന്റെ ഓർഡർ. അപ്പം ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എല്ലാം അവരുടെ സിമ്പിൾസ് ആണ്. അപ്പം ഈ സിമ്പിൾസ് ഓർത്തു വെക്കാൻ അത്ര എളുപ്പമല്ല എങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫോം പറയാം. ആ ഷോർട്ട് ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. ആ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് PSC മസിൽ. നമ്മൾ ബയോളജിയിൽ പറയുന്ന മസിൽ അല്ല ഇവിടെ സ്പെല്ലിംഗ് വരുന്നത്. MAZIL എന്ന മസിൽ എന്നൊരു സ്പെല്ലിംഗ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. PSC മസിൽ. അപ്പം നിങ്ങൾ ഈ വേർഡ് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. കുറച്ചും കൂടി ഉണ്ട്. അപ്പം PSC മസിൽ എന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പം എന്താണ് അത് നമുക്കൊന്ന് നോക്കാം. അപ്പം PSC മസിൽ. ഓക്കെ, PSC മസിൽ എന്നത് ഏകദേശം ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പൊ പിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഉണ്ട്, പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം. സെക്കൻഡ് S ഏതാണ്, സോഡിയം. C കാൽസ്യം. M മഗ്നീഷ്യം. A അലൂമിനിയം. Z സിങ്ക്. I അയൺ. L ലെഡ്. ഓക്കെ, അതാണ് ആ ഒരു ടേം PSC മസിൽ. പക്ഷേ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എടുക്കുമ്പോൾ ഈ PSC മസിൽ എന്നതല്ല അവിടെ എഴുതുന്നത്. ഈ മെറ്റൽസിന്റെ സിമ്പിൾസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ ആകുമ്പോൾ ഏതാ വരുന്നത്, K. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ സിമ്പിള് K. സെക്കൻഡ് ഏതാ പറഞ്ഞത്, S സോഡിയം. S എന്ന് പറയുമ്പം സോഡിയം. സോഡിയത്തിന്റെ സിമ്പിൾ ഏതാ വരുന്നത്, Na. അപ്പം ഫസ്റ്റ് പൊട്ടാസ്യം, സെക്കൻഡ് സോഡിയം Na, തേർഡ് PSC. C മീൻസ് കാൽസ്യം. കാൽസ്യത്തിന്റെ സിമ്പിൾ Ca. PSC. P പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം. നെക്സ്റ്റ് മസിൽ എന്നൊരു ടൈം ആണ്, മസിൽ. അപ്പം M മഗ്നീഷ്യം. M മഗ്നീഷ്യം. A അലൂമിനിയം. ദെൻ Z സിങ്ക്. ഓക്കെ, Z സിങ്ക്. നെക്സ്റ്റ് മസിൽ, സിൽ. I അയൺ. ഓക്കെ, അയൺ. Fe. ദെൻ L ലെഡ്. ലെഡിന്റെ സിമ്പിള് Pb. ഓക്കെ, അപ്പം PSC മസിൽ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഹൈഡ്രജനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനെ കൊടുക്കുന്നത്. കാരണം ഹൈഡ്രജന് മുകളിൽ വരുന്നതെല്ലാം റിയാക്ടിവിറ്റി കൂടിയത്, ഹൈഡ്രജന് താഴെ വരുന്നതെല്ലാം റിയാക്ടിവിറ്റി കുറഞ്ഞത്. ആ ഒരു കമ്പാരിസണിന് വേണ്ടിയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ എന്ത് കൊടുത്തിരിക്കുന്നത്, ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇനി ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് കുറച്ച് മെറ്റൽസും കൂടി ഉണ്ട്. അവരെല്ലാം എന്തായിരിക്കും, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. അപ്പൊ ഹൈഡ്രജൻ കഴിഞ്ഞ് വരുന്നത് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഓക്കെ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഈ 4 എന്താണ്, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ടേം എന്തായിരുന്നു, PSC മസിൽ. ഓക്കെ, PSC മസിൽ. P മീൻസ് പൊട്ടാസ്യം, S സോഡിയം, C കാൽസ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, സിങ്ക്. Z സിങ്ക്. I അയൺ. L ലെഡ്. നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഹൈഡ്രജൻ മീൻസ് കമ്പാരിസണിന് വേണ്ടി ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നു. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് എന്ന് പറയുമ്പം കോപ്പർ, കോപ്പറിന്റെ സിമ്പിൾ Cu. നെക്സ്റ്റ് മെർക്കുറി, മെർക്കുറിയുടെ സിമ്പിൾ Hg, സിമ്പിൾ ഓഫ് മെർക്കുറി Hg. നെക്സ്റ്റ് സിൽവർ, Ag. Ag is the symbol of silver. Then ലാസ്റ്റ് ഗോൾഡ്. ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റൽ ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു ടൈം ഒന്ന് ഓർത്ത് വെക്കുക, PSC മസിൽ. നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു ഹൈഡ്രജൻ, അത് കഴിഞ്ഞിട്ട് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചെയ്യാൻ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുക. ആ ഒരു ടൈമെങ്കിലും ഓർത്ത് വെക്കുക, PSC മസിൽ, സ്ക്വയർ ബ്രാക്കറ്റ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു, AB plus C gives CB plus A is the general equation of displacement reaction. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് CuSO4 plus അയൺ അല്ലെ. CuSO4 എന്ന് പറഞ്ഞാൽ എന്താണ്,
copper sulfate. CuSO4 means copper sulfate. Then Fe means iron. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 1.9 ആയിട്ട് ഈ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഒരു 3 അയൺ നെയിൽസ് എടുത്ത് സാൻഡ് പേപ്പർ ഒക്കെ ഉപയോഗിച്ചൊന്ന് റബ്ബ് ചെയ്ത് നന്നായി മീൻസ് അതിന്റെ ഡസ്റ്റും മറ്റുമൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് എടുക്കുക. നെക്സ്റ്റ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഈ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. അപ്പൊ ആ സൊല്യൂഷൻ ഏകദേശം ബ്ലൂ കളർ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഒരു ത്രെഡ് എടുത്ത് 2 അയൺ നെയിൽസ് എന്ത് ചെയ്യണം, അത് ടൈ ചെയ്തതിനു ശേഷം ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തോട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് 3ാമതൊരു അയൺ നെയിലും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, വെളിയിൽ മാറ്റി വെച്ചിരിക്കും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഇപ്പൊ എന്ത് 2 അയൺ നെയിൽസ് ഉള്ളത്. അപ്പൊ കുറേ സമയത്തിന് ശേഷം നമ്മൾ ഈ അയൺ നെയിൽസ് അതിൽ നിന്ന് എടുത്തു നോക്കുമ്പം അതിന്റെ ആ ഒരു സർഫസിൽ ബ്രൗണിഷ് കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാണ്ട് ഈ കോപ്പർ സൾഫേറ്റിന് റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിറം ആ ഒരു ബ്ലൂ കളർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. മീൻസ് നിറം എന്ത് ചെയ്തു, കുറഞ്ഞിട്ടുമുണ്ട്. മീൻസ് അവിടെ റിയാക്ഷൻ എന്ത് ചെയ്തു, നടന്നു. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒന്നെന്താണ്, ഒരു സാൾട്ട് സൊല്യൂഷനും ഒന്നൊരു മെറ്റലുമാണ് ആണല്ലോ. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ അല്ലേ എടുത്തത്, അതപ്പോ എന്താണ് സാൾട്ട് സൊല്യൂഷൻ. പ്ലസ് എന്താണ് Fe മീൻസ് അതിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് എന്തായിരുന്നു അയൺ, അത് Fe മെറ്റൽ ആണ്. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഇതായിരുന്നു, എന്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തോട് നമ്മൾ അയൺ നെയിൽസ് എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്ത് വെച്ചു. ഈ കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്തായിരുന്നു, ബ്ലൂ കളർ ആയിരുന്നു. ഈ അയണിന് ആഫ്റ്റർ ദ റിയാക്ഷൻ ഇതിന്റെ സർഫസില് എന്ത് വരും, ഒരു കോട്ടിങ്, ഒരു ബ്രൗണിഷ് കോട്ടിങ് ഒക്കെ എന്ത് ചെയ്യും, വരുന്നുണ്ട്. ഒരു ബ്രൗണിഷ് കോട്ടിങ് സംഭവിക്കുന്നുണ്ട് ആണല്ലോ. അപ്പൊ നമ്മുടെ റിയാക്ഷൻ നമ്മൾ ജനറൽ ഇക്വേഷൻ പറഞ്ഞ നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ, AB + C gives CB + A. അപ്പൊ നമുക്ക് ആ AB എന്ന ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. CuSO4 ആണല്ലോ നമ്മുടെ ഇവിടുത്തെ AB, പ്ലസ് C ആണ് എന്ത് Fe. അപ്പൊ നമുക്ക് എന്താ കിട്ടേണ്ടത്, CB ആണ് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ എന്ത് C, ഇതാണ് നമ്മുടെ B ആണല്ലോ, CB. അപ്പൊ നമുക്ക് കിട്ടേണ്ട എന്താണ്, FeSO4 പ്ലസ് ഇവിടുത്തെ A എന്താണ്, Cu. അത് തന്നെയല്ലേ നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, FeSO4 പ്ലസ് Cu. ദെൻ അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയാണ്, കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ എന്താണ്, ഹൈഡ്രജന് താഴെയാണ് എന്ത് വരുന്നത്, കോപ്പർ വരുന്നത്. അപ്പം കോപ്പർ എന്താണ്, റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റൽ ആണ്. അതിന് മുന്നേ വരുന്ന ഒരാളാണ് എന്ത്, സിങ്ക് എന്ന് പറയുന്നത്. അപ്പം കോപ്പറിനേക്കാളും, ഇപ്പൊ കോപ്പറും ഇവിടെ മെറ്റലാണ്, സിങ്കും എന്താണ്, മെറ്റലാണ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണ്, സിങ്ക് ആണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ. സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. അപ്പൊ സിങ്ക് ആരെ ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പറിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ദ പ്രോഡക്ട്സ് ആർ, അപ്പൊ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടേണ്ടത്, CB അല്ലെ. CB മീൻസ് ZnSO4 സിങ്ക് സൾഫേറ്റ് പ്ലസ് എന്ത് വരണം, കോപ്പർ Cu. ഓക്കെ, സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ദെൻ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ പറയാം, കോപ്പർ ക്ലോറൈഡ് പ്ലസ് ലെഡ്. കോപ്പർ ക്ലോറൈഡ് പ്ലസ് ലെഡ്. അപ്പം റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ഓർത്ത് നോക്കാം. അപ്പം ലെഡ് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, കോപ്പർ. മീൻസ് ലെഡിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ. സോ ലെഡ് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. ലെഡ് ആരെ ഡിസ്പ്ലേസ് ചെയ്യും, കോപ്പറിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ദ പ്രോഡക്ട്സ് എന്തായിരിക്കണം, CB മീൻസ് ലെഡിന്റെ ക്ലോറൈഡ്, PbCl2 പ്ലസ് എന്ത് വരണം, കോപ്പർ Cu. ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിരുന്നു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എന്തായിരുന്നു, ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെന്റ് ഇൻ എ മോളിക്യൂൾ ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ ആൻ അനദർ എലമെന്റ്. ഒരു മോളിക്യൂളിനകത്തെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ജനറൽ ഇക്വേഷൻ AB plus C gives CB plus A is the general equation of displacement reaction. Then reactivity series PSC muscle square bracket hydrogen, then copper, mercury, silver, gold. നെക്സ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തോട്ട് അയൺ നെയിൽ ഡിപ്പ് ചെയ്യുമ്പം ഈ അയൺ നെയിലിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രൗണിഷ് കോട്ടിങ് വരുന്നു. മീൻസ് അതിന്റെ സർഫസിൽ ആര് വന്ന് കോട്ട് ചെയ്തു, ഈ കോപ്പർ വന്ന് കോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ബ്രൗണിഷ് നിറമായിട്ട് അത് മാറുന്നത്.
അതേപോലെ കോപ്പർ സൾഫേറ്റിന്റെ നിറവും എന്ത് ചെയ്യുന്നുണ്ട്, ഫേഡ് ചെയ്യുന്നുണ്ട്. മീൻസ് കോപ്പർ സൾഫേറ്റിൽ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ നടക്കുന്നുണ്ട്. കോപ്പർ അതിനകത്ത് നിന്ന് എന്താവുന്നു, ഡിസ്പ്ലേസ് ആകുന്നു. മീൻസ് അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, സോ അയൺ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് കോപ്പർ സൾഫേറ്റും സിങ്കുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെയും സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ് സാൾട്ട് സൊല്യൂഷൻ. സോ ദ പ്രോഡക്ട്സ് ആർ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ദെൻ നെക്സ്റ്റ് copper chloride plus lead. Lead is more reactive than copper, so lead can displace copper from its salt solution. Then the products are lead chloride plus copper. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ടൈപ്സ് കുറച്ചും കൂടി ഉണ്ട് പറയാൻ, അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്